എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണാമല്ലോ? കാണാം. ഓക്കെ ഓക്കെ. സോ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ആക്ച്വലി യു വിൽ ബി ഹാവിങ് 3 കോർ സബ്ജക്ട്സ്. 3 കോർ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഉള്ളത്. ഐ മീൻ ഇൻ യുവർ തേർഡ് സെമസ്റ്റർ. സോ അതിൽ വൺ ഓഫ് ദി കോർ സബ്ജക്ട് ഈസ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. പിന്നെ നിങ്ങൾക്കുള്ളത് നെറ്റ്വർക്ക് തിയറി ആൻഡ് ദെൻ യു വിൽ ബി ഹാവിങ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ. ഈ 3 കോർ സബ്ജക്ട്സ് ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു യുവർ ബ്രാഞ്ച്. നിങ്ങൾ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള 3 കോർ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ S3 സെമസ്റ്റർ 3 പഠിക്കാനുള്ളത്. So one out of that is solid state devices, which will be taken by me. And Nitin, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, ബട്ട് പേര് വെച്ചിട്ട് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ കൊണ്ട് കിട്ടുന്നില്ല എനിക്ക്. നമുക്കത് വഴിയെ പരിചയപ്പെടാം ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിയുമ്പോൾ. സോ ഇപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് ഒരു ക്ലാസ് റൂം ഒരു ബോർഡ് പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഹാഡ് എ ഇൻട്രൊഡക്ഷൻ സെഷൻ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും നമുക്കിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ലെറ്റ് മീ ഡയറക്ട്ലി ഗോ ടു ദ ടോപ്പിക്. സോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആക്ച്വലി നിങ്ങളുടെ 2019 സ്കീമിൽ ഈ സബ്ജക്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ 2015 സ്കീമിലും വി ഹാഡ് ദ സെയിം സബ്ജക്ട്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്ന കോ സബ്ജക്ട് 15 സ്കീമിലും ഉണ്ടായിരുന്നു. കുറച്ച് ഡിഫറൻസസ് വന്നിട്ടുള്ളൂ സ്കീമിൽ. യു വിൽ ബി ഹാവിംഗ് ജസ്റ്റ് 5 modules ഓൾ ടുഗദർ. where in 2015 scheme they had 6 modules. Contents ഒക്കെ സെയിം ആയിരിക്കും, ബട്ട് മോഡ്യൂൾസ് നിങ്ങൾക്ക് 5 മോഡ്യൂളാക്കി ചുരുക്കിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് കണ്ടന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കുറച്ച് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിക്സിൽ. ഇത് കമ്പാരറ്റീവ്ലി ഇതിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഡെറിവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. കൂടുതൽ ഒത്തിരി അല്ല, ബട്ട് യു വിൽ ബി ഹാവിംഗ് സം ഡെറിവേഷൻസ് ആറ്റ് ഓൾ ഇൻ ബിറ്റ്വീൻ. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആഫ്റ്റർ ദിസ് കോഴ്സ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ യു വിൽ ബി ഏബിൾ ടു understand the concept of the following things which will come under your course outcomes. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. സോ അതിൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. ചില ടേംസ് നിങ്ങൾക്ക് അറിയാവുന്ന, don't bother about that right now. All these things will be covered in your subject, whether it is online or offline. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യും നമ്മുടെ ഈ സിലബസ് കവറേജിന്റെ കൂട്ടത്തിൽ തന്നെ. സോ ഈ പേരുകൾ കണ്ടിട്ടൊന്നും ആരും അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. At first, the course outcome is apply Fermi-Dirac distribution function and compute carrier concentration at equilibrium and the parameters associated with generation, recombination and transport mechanism. ഒരു ലെങ്തി ആയിട്ടുള്ള കോഴ്സ് ഔട്ട്കം ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ട്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഡിവൈസസിലൊക്കെ വി നോ ദാറ്റ് അതിന്റെയൊക്കെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി, സെമി കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മളെ പല ഡിവൈസസിനും പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കും അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ഫോൺ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ദർ ആർ പ്ലെന്റി ഓഫ് കമ്പോണൻസ് ഇൻ ദാറ്റ്. ICs ഉണ്ട്, ആന്റിനാസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. സോ ഈ കമ്പോണൻസിന്റെ ഒക്കെ ബേസിക് ഓർ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ട്രാൻസിസ്റ്റേഴ്സും ഡയോഡ്സും ഒക്കെ. അപ്പം ഇതിനകത്തൊക്കെ ഉള്ള ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൂവ്മെന്റ് ആണ് അല്ലെ. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഒക്കെയാണ് നമുക്ക് കറണ്ട് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ. ദേ ആർ ദി കാരിയേഴ്സ് ഓഫ് കറണ്ട് അല്ലെ. കറണ്ട് നമുക്ക് തരുന്നത് ഈ പറയുന്ന കാരിയേഴ്സ് ആണ്, ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിന്റെ ആബ്സെൻസിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച സമയത്ത്. യു വിൽ ബി ഫെമിലിയർ വിത്ത് ദിസ് ടേംസ്, ഇലക്ട്രോൺസ്, ഹോൾസ്. ഇലക്ട്രോൺസിന്റെ ആബ്സെൻസ് അതിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് കോഴ്സ് ഔട്ട്കം ഈസ് എക്സ്പ്ലെയിൻ ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറന്റ്സ് ഇൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ട് കറന്റ് ഡെൻസിറ്റി ഡ്യൂ ടു ദീസ് എഫക്ട്സ്. അപ്പം ഇതിൽ നിന്ന് 2 കാര്യം ക്ലിയർ ആണ്. സെമി കണ്ടക്ടേഴ്സിലെ കറണ്ട് എന്ന് പറയുന്നത്
should be due to two different mechanisms. One is drift and the other one is diffusion. ഈ രണ്ട് ടേംസ് നമ്മൾ പഠിക്കും, നമ്മൾ ഈ വരുന്ന മോഡ്യൂൾസ് ഇതെല്ലാം പഠിക്കും. But just get familiar with these names. Drift and diffusion currents. These are the two currents which contribute for the carrier current in semiconductors. Semiconductors current എന്ന് പറയുന്നത് ഈ രണ്ട് മെക്കാനിസം കാരണമാണ്. One is drift and the other is diffusion. So അത് കാരണം ഉണ്ടാവുന്ന current density. Density, I think you know, density means current per area. അടുത്തത് third outcome is define the current components and derive the current equation in a PN junction diode and bipolar junction transistor. ഈ രണ്ട് devices, that is PN junction diode components, PN junction diode, bipolar junction transistor. These are the fundamental, components in almost all the electronic equipments that we use. Transistors in the advanced ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, but still these are the fundamental components. So അപ്പോൾ നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഡയോഡും ട്രാൻസിസ്റ്ററും നമ്മൾ നമ്മുടെ ഈ സിലബസിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ടു ഔട്ട്കംസ്, അതിൽ explain the basic MOS physics and derive the expressions for drain current in linear and saturation regions. MOS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ. And then you have discussed scaling of MOSFETs and short channel effects. അപ്പം ഇത് നിങ്ങൾ ഈ കോഴ്സ് ഔട്ട്കംസ് കാണുമ്പം യു മൈറ്റ് ഫീൽ ദാറ്റ് ഇത് നമ്മൾ അധികം പരിചിതമല്ലാത്ത കുറെ പേരുകളും കുറെ എക്സ്പ്രഷൻസും ഡെറിവേഷൻസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് അത്ര കോംപ്ലക്സ് അല്ല. നമ്മുടെ പ്രീവിയസ് സെമസ്റ്റേഴ്സിലാണെങ്കിലും സ്റ്റുഡൻസിന് അത്ര ഒരു ടഫ് സബ്ജക്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു സബ്ജക്ട് അല്ല സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ്. അത്യാവശ്യം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത, നമ്മൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ, നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സം ഷുവർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത്. കാരണം ഇതിലെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി ചോദിക്കാൻ പറ്റുന്നതോ ഒന്നും അല്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ we can identify the most important questions and that questions will be sure for the examinations. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് പ്രീവിയസ് സെമസ്റ്റേഴ്സ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ that is one thing that we identify. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ദാറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഐ തിങ്ക് ഇറ്റ്സ് ഓഡിബിൾ. റോഷ്നി ഓഡിബിൾ അല്ലേ പറയുന്നത്? ഓക്കെ. ഇനിയും നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും. ഞാൻ ചോദിക്കും, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം. ഇത് നിങ്ങളുടെ ക്ലാസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുക. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും അടുത്തില്ല, അത് ഒരു ഫാക്ട് ആണ്. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ട്രീറ്റ് ദിസ് ആസ് എ ക്ലാസ് ഇറ്റ്സെൽഫ്. വി ഷുഡ് ബി ഹാവിംഗ് എ നോട്ട്ബുക്ക്, പെൻ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതിപ്പം ഫസ്റ്റ് ഡേ ആണ്, ബട്ട് സ്റ്റിൽ ഫർദർ ക്ലാസ്സസിൽ all these things should be there with you while you are attending class. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പെന്നും ബുക്കും സെപ്പറേറ്റ് ബുക്സ് ഒക്കെ വേണം. അതൊക്കെ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങളുടെ ക്ലാസ്സസിന്. ഫർദർ നോട്ട്സ് നിങ്ങൾക്ക് പോയിന്റ് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പിന്നെ ഹോം വർക്ക്സ് ഉണ്ടാകും, ആ വർക്ക്സ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. എന്തായാലും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത്, വർക്ക്സ് ഒക്കെ ഉണ്ടാകും. സോ മൂവിങ് ഓൺ, നമ്മുടെ സിലബസിലേക്ക് കടക്കുകയാണ്. അപ്പം 5 മോഡ്യൂൾസ് ആണ് ഈ പറഞ്ഞ പോലെ ഉള്ളത്. ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദീസ് സ്ലൈഡ്സ്. ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇത് നമ്മൾ ഡീറ്റെയിൽസ് അങ്ങനെ പറഞ്ഞ് ഞാൻ ഒത്തിരി കോംപ്ലക്സ് ആക്കുന്നില്ല. മോഡ്യൂൾ 1, യു വിൽ ബി ഡീലിംഗ് വിത്ത് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മോഡ്യൂൾ 1 പഠിക്കുന്നത്. ലൈക്ക് സെമി കണ്ടക്ടേഴ്സ്, ദെൻ ജനറേഷൻ റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഓഫ് എക്സസ് കാരിയേഴ്സ്, പിന്നെ ഫെർമി ഡയറാക്ട് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3 ഇതിനകത്തെ മെയിൻ കണ്ടന്റ്സ്. വൺ ഈസ് സെമി കണ്ടക്ടർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെയാണ് ഫസ്റ്റ്ലി വരുന്നത്. ദെൻ യു വിൽ ഡീൽ വിത്ത് ഫെർമി ഡയറാക്ട് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് ഇതിന്റെ എനർജി ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഫെർമി ഡയറാക്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നത്. ഹൗ ദ ഇലക്ട്രോൺസ് ആർ ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ്. ദെൻ യു വിൽ ബി സ്റ്റഡിങ് എക്സസ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. നമുക്ക് കാരിയേഴ്സ് ഉണ്ട്, എക്സസ് കാരിയേഴ്സ്. എക്സസ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള കാരിയേഴ്സിൽ നിന്നും എക്സസ് ആയിട്ടുള്ള കുറച്ച് കാരിയേഴ്സും കൂടെ നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് നമ്മൾ ജനറേഷൻ എന്ന് പറയുന്നത്. എക്സസ് കാരിയർ ജനറേഷൻ.
ആൻഡ് ഇങ്ങനെ എക്സസ് കാരിയർ ഉണ്ടാകുന്നത് ഇറ്റ് വിൽ ഓൾസോ അണ്ടർഗോ റീകോമ്പിനേഷൻ പ്രോസസ് അല്ലെ. ജനറേഷൻ മാത്രമല്ല, ദർ വിൽ ബി റീകോമ്പിനേഷൻ ഓഫ് ദീസ് എക്സസ് കാരിയേഴ്സ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എക്സസ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ദേ വിൽ അണ്ടർഗോ റീകോമ്പിനേഷൻ ഒബ്വിയസ്ലി. ആ റീകോമ്പിനേഷൻ മെക്കാനിസം നമ്മൾ പഠിക്കും. എക്സസ് കാരിയറിന്റെ ജനറേഷനും പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വിൽ ഓൾസോ സ്റ്റഡി ദ റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഓഫ് എക്സസ് കാരിയേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ബീങ് ക്വാസി ഫെർമി ലെവൽസ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുക. മൊഡ്യൂൾ 2 യു വിൽ ബി ഡീലിംഗ് വിത്ത് നമ്മൾ ആ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് കറന്റ്സ് ഉണ്ടല്ലോ, ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ. സോ അത് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുക. ഹൗ ദ കറന്റ് ഹാപ്പൻസ്, എങ്ങനെയാണ് കരിയർ ഈ പറയുന്ന സോ കോൾഡ് ഇലക്ട്രോൺസും ഹോൾസിന്റെ ഒക്കെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്, ഹൗ ദേ ആർ ബീൻ ട്രാൻസ്പോർട്ടഡ് വിത്തിൻ ദ സെമി കണ്ടക്ടർ, ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് കറന്റ്, വിച്ച് ആർ ദ ഫിനോമിന വിച്ച് കോസസ് ദീസ് കറന്റ്സ്. അങ്ങനെ കുറച്ച് ടേംസ് അത് റിലേറ്റ് ചെയ്ത് കുറെ ടേംസ് ആയിരിക്കും നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുക. ദെൻ കമ്മിങ് ടു മൊഡ്യൂൾ 3 യു വിൽ ബി ഫെമിലിയർ വിത്ത് ദിസ് ടേം പി എൻ ജംഗ്ഷൻ. ഈ പി എൻ ജംഗ്ഷന്റെ എനർജി ബാൻഡ് ഡയഗ്രാം, ദെൻ ഡയോഡ് ഇക്വേഷൻ, then you will study some of the basic things in transistors, bipolar junction transistor, BJT യിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അതിന്റെ കറന്റ് കമ്പോണൻസ്, ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ, what is phase modulation, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾ തേർഡ് മോഡ്യൂളിൽ പഠിക്കുക. then ഫോർത്ത് മോഡ്യൂളിൽ ഈ പറഞ്ഞ പോലെ മോസ് കപ്പാസിറ്റർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ കപ്പാസിറ്റർ, അതായിരിക്കും നിങ്ങൾ പഠിക്കുക. Then fifth module you will be studying about MOSFET, metal oxide semiconductor field effect transistor. So അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കില്ല മിക്കതും, പലതും നിങ്ങൾ കേൾക്കാത്ത ടേംസും കുറച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസും ഒക്കെ ആയിരിക്കും. Don't bother about that right now. Anyways, we'll be moving to the module 1. Out of that, the first topic will be classification of solids. I hope all are having a notebook and a pen. You can mark or point out whatever you want. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വേണ്ട പോയിന്റ്സ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഓൾസോ നോട്ട്. നമുക്ക് കുറച്ച് നിങ്ങളത് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. സോ അക്ഷയ്, കണ്ടക്ടേഴ്സ് അറിയാലോ എന്താന്ന്? കണ്ടക്ടേഴ്സ് അക്ഷയ് മൈക്ക് ഓൺ ചെയ്യണം. അക്ഷയ്, നീ കണ്ടക്ടേഴ്സ് എന്നുള്ളത് കേട്ടിട്ടില്ലേ? നമ്മൾ ഈ സോളിഡ്സിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബാൻഡ് സ്ട്രക്ചർ, എനർജി ബാൻഡിന്റെ ബേസിൽ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ അക്ഷയ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ പറയാമോ? കണ്ടക്ടർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ. കണ്ടക്ടർ കോപ്പർ കണ്ടക്ടർ. അതെ, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സിൽ വരും. ഓക്കെ, ശരി. അടുത്ത റോഷ്നി. അക്ഷയ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയില്ല. യു ക്യാൻ മ്യൂട്ട് ദാറ്റ് വൺസ് യു സെറ്റ് ദ ആൻസർ. റോഷ്നി, അക്ഷയ് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, റോഷ്നി, എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതൊന്ന് പറയുമോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ എന്ത് ബേസിലാണ്? അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, എനർജി ബാൻഡ് സ്ട്രക്ചറിന്റെ ബേസിസിലാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും അല്ലേ? എന്തായിരുന്നു അതിന്റെ എനർജി ബാൻഡ് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്? ആ ഫിഗർ നോക്കിയിട്ട് എന്താ മനസ്സിലാക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഫീൽ? കണ്ടക്ടേഴ്സിൽ എന്താ സ്പെഷ്യാലിറ്റി? എനർജി ബാൻഡിൽ ബാൻഡ് ഗ്യാപ്പ്, കണ്ടക്ടേഴ്സില് ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവില്ല. ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവില്ല. കറക്റ്റ്. ഏതൊക്കെ ബാൻഡ്സ് തമ്മിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് ബാൻഡ്സ്? ഈ 3 സ്ട്രക്ചറിലും 3 കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. എന്താണ് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും? റോഷ്നി മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പം യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ വൈ ആക്സിസിൽ ഇറ്റ്സ് റിട്ടൺ എനർജി അല്ലെ? എനർജി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് എൻ എനർജി ബാൻഡ് സ്ട്രക്ചർ. നമ്മുടെ ഈ കണ്ടക്ടർ എന്ന് പറയുന്നതിനും സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും ആയിട്ടുള്ള ഈ 3 സോളിഡ്സിന്റെയും എനർജി ബാൻഡ് സ്ട്രക്ചർ ആണ് ഈ വരച്ചിരിക്കുന്ന 3 ഫിഗേഴ്സ്. ആ ബേസിസിലാണ്, അല്ലെങ്കിൽ സോളിഡ്സിന്റെ എനർജി ബാൻഡ് സ്ട്രക്ചറിന്റെ ബേസിസിലാണ് സോളിഡ്സിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. യു വിൽ ബി നോയിങ് ദാറ്റ്. അത് വീണ്ടും പറയുന്നില്ല. ബട്ട് എനർജി ബാൻഡ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്
നമുക്ക് ഐഡിയൽ കേസ് എന്ന് പറയുന്നത് നമുക്കൊരു മെറ്റീരിയൽ കണ്ടക്റ്റീവ് ആയിരിക്കണമെങ്കിൽ there should be electrons in the conduction band. The range of energy possessed by the electrons, the conductive electrons, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ബാൻഡ് സ്ട്രക്ചറിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് അവൈലബിൾ ആണെങ്കിലാണ് നമ്മൾ മെറ്റീരിയൽ കണ്ടക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുക എന്ന് പറയും. അപ്പം സെക്കൻഡ് ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ദാറ്റ് ഓഫ് എ സെമി കണ്ടക്ടർ. നമുക്ക് ഇലക്ട്രോൺസ് കുറവാണ് കണ്ടക്ഷൻ ബാൻഡിൽ, സോ ഇറ്റ് വിൽ നോട്ട് ബി ഷോയിങ് മച്ച് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റർ യു ക്യാൻ സീ ദാറ്റ് ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് വെരി ഹൈ. ഇറ്റ്സ് അബൌട്ട് 5 electron volt. അത്രയും വലിയൊരു ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ there are no electrons in the conduction band. Conduction band is empty in the case of insulator. ഇൻസുലേറ്ററിന്റെ കേസിൽ there are no electrons in the conduction band. Okay, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ല, ബട്ട് വാലൻസ് ബാൻഡ് ഈസ് ഫിൽഡ് ഓൾസോ. അപ്പൊ ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. Bands are empty and bands are filled. These two words are very important. So in insulator you can see that the conduction band is empty, whereas insulator case തന്നെ valence band is filled with electrons. ഈ നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. കണ്ടക്ടറിന്റെ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ കണ്ടക്ടറിന്റെ ഫിഗർ വരികയാണെങ്കിൽ can see that അല്ലെ, കണ്ടക്ഷൻ ബാൻഡിൽ യു ബി ഹാവിംഗ് ഇലക്ട്രോൺസ്. ദർ ഇസ് നോ ബാൻഡ് ഗ്യാപ്പ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ദർ ഇസ് നോ ബാൻഡ് ഗ്യാപ്പ്, സോ ദ ഇലക്ട്രോൺസ് ആർ ഫ്രീലി അവൈലബിൾ ഇൻ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, സോ ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടിവിറ്റി. അറ്റ് ദ സെയിം ടൈം സെമി കണ്ടക്ടറിന്റെ കേസിൽ വിൽ ബി ഹാവിംഗ് ജസ്റ്റ് ഫ്യൂ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. സോ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. നമുക്കിത് പറയാൻ പറ്റില്ല സെമി കണ്ടക്ടർ ഒരു കണ്ടക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇൻസുലേറ്ററിന്റെ കേസിൽ ഇറ്റ് വോണ്ട് കണ്ടക്ട് അറ്റ് ഓൾ because it is having a band gap of 5 electron volt between the conduction band and valence band. അതിൽ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ലൈൻ ഇല്ലേ, ഒരു ബ്ലാക്ക് ലൈൻ. സോ ദിസ് വിൽ ബി കണ്ടക്ഷൻ ബാൻഡ് മിനിമം. ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം എന്ന് പറയുന്നതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ദിസ് വൺ. ആൻഡ് ദിസ് വിൽ ബി ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് വാലൻസ് ബാൻഡിന്റെ മാക്സിമം. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം. യു വിൽ ബി ഹാവിംഗ് എ കണ്ടക്ഷൻ ബാൻഡ് മിനിമം ആൻഡ് എ വാലൻസ് ബാൻഡ് മാക്സിമം. ഈ രണ്ട് ടേംസ് നിങ്ങൾക്ക് ഫർദർ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. സോ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി എനർജി ബാൻഡ് സ്ട്രക്ചർ, സോളിഡ്സിന് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് എനർജി ബാൻഡ് സ്ട്രക്ചർ വി ആർ ക്ലാസിഫൈങ് സോളിഡ്സ് ഇൻടു 3: conductors, insulators and semiconductors. Examples for conductors are metals. Insulators in the examples will be plastic, rubber and all. Semiconductors in the case will be having silicon, germanium and all. So ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വേണം. എപ്പോൾ ചോദിച്ചാലും ഈ ഫിഗർ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇനി എത്ര ഹയർ സെമസ്റ്ററിലേക്ക് പോയാലും ഈ ഫിഗർ, ദിസ് ഇസ് ദ ബേസിക്. ഇപ്പോഴും ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ലേബലിംഗ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം എന്താ ഒരു എനർജി ബാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെ. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ഞാനിപ്പോ ഇവിടെ ഒരു ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ ആദിൽ, താങ്ക് യു. ഇനിയും നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ 3 ഫിഗേഴ്സിൽ അവർ ഏരിയ ഓഫ് ഫോക്കസ് ഈസ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മളുടെ ഫോക്കസ് ഏരിയ. സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി അതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആക്കുന്നത്. സോ സെമി കണ്ടക്ടേഴ്സ് ആർ അവർ ഏരിയ ഓഫ് കൺസേൺ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെമി കണ്ടക്ടേഴ്സിലാണ്. ആ സെമി കണ്ടക്ടേഴ്സിനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് എലമെന്റൽ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, വിച്ച് ഈസ് യുവർ ഫസ്റ്റ് ടോപ്പിക് ഇൻ യുവർ മോഡ്യൂൾ. നിങ്ങളുടെ മോഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ് എലമെന്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. അതിൽ എലമെന്റൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിംഗ് ജസ്റ്റ് വൺ എലമെന്റ്. ഫോർ എക്സാമ്പിൾ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ.
that is a semiconductor. Germanium, you can say that is also a semiconductor. Silicon and germanium, നിങ്ങൾ familiar ആയിട്ടുള്ള രണ്ട് semiconductors ആണ് silicon and germanium. They are elemental semiconductors since they are having just one element in them. ഒരു element മാത്രമേ അതിലുള്ളൂ, അതുകൊണ്ട് they are called elemental semiconductors, silicon and germanium. So these elemental semiconductors are used in transistors, diodes and transistoriലും diodesilum ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് elemental semiconductors. അഞ്ജന കേൾക്കുന്നുണ്ടോ? അഞ്ജന കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള സെമി കണ്ടക്ടേഴ്സ്. അല്ലെങ്കിൽ ഞാനൊരു ക്ലൂ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ദാറ്റ് ഈസ് ഓൾസോ എ സെമി കണ്ടക്ടർ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. LEDസിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയാമോ? LEDസിൽ ആർഗൺ, LED ആർക്കെങ്കിലും? അഞ്ജന മ്യൂട്ട് ചെയ്തോളൂ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ LEDസിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ, നോക്കട്ടെ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഐ തിങ്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾ. അക്ഷയ്, വീണ്ടും അക്ഷയ് തന്നെ. അക്ഷയ് കേൾക്കുന്നുണ്ടോ? LEDസിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡൊമിനിക്. ഹലോ. LEDസിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? അലുമിനിയം. അലൂമിനിയം ആണോ? ആർക്കെങ്കിലും? ഷാരോൺ. ഗാലിയം ആർസനൈഡാണ്. ഗാലിയം ആഴ്സനൈഡ് ഉണ്ട്, ശരിയാണ്. ഗാലിയം ആഴ്സനൈഡ് ഉണ്ട്. ആ ഗാലിയം ആഴ്സനൈഡ് എന്ന് പറയുന്നത് ഗാലിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് GaP, GaAsP. ഈ മൂന്നും നമ്മൾ ഡയോഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഐ മീൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. ഇത് മൂന്നും നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മൂന്നും അതിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഗാലിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ഇറ്റ്സ് ഓൾസോ അഗൈൻ എ സെമി കണ്ടക്ടർ. അത് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആണ്, കാരണം they are having more than one element in them. ക്ലിയർ? ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് എലമെന്റ്സ് വി ആർ ക്ലാസിഫൈങ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഇൻടു ബൈനറി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി. ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. ബൈനറിയിൽ you can see that there are two elements, gallium nitride, gallium phosphide. ഇത് രണ്ട് കേസിലും രണ്ട് എലമെന്റ്സ് ആണുള്ളത്. സോ these are binary compounds. Tertiary compounds in the case gallium arsenide phosphide. This is the material which is used in LED. LED use ചെയ്യുന്നതാണ് gallium arsenide phosphide. Gallium phosphide is also being used in LED. Gallium phosphide is also being used in LEDs. ഇതും LED യിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ അടുത്തത് ക്വാട്ടേണറി കോമ്പൗണ്ട്സ്. അതിൽ വിൽ ബി ഹാവിംഗ് 4 എലമെന്റ്സ്, ഇൻഡിയം, ഗാലിയം ആഴ്സനൈഡ്, ഫോസ്ഫൈഡ്. ഇൻ ജനറൽ ഈ കോമ്പിനേഷൻ ആണ്, ഈ രീതിയിലാണ് കോമ്പിനേഷൻ നടക്കുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് വെച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും compound semiconductors form ചെയ്യുക. That is compounds from group 4 or combination of group 3 and group 5 or group 2 and group 6 make compound of semiconductors. ഈ ഒരു കോമ്പിനേഷൻസിലായിരിക്കും നമുക്ക് compound semiconductors വരുന്നത്. So semiconductors basically being classified into two, elemental and compound semiconductors. Elemental semiconductors in the case they will be having just one element in them,
Whereas in the case of compound semiconductors, you will be having more than one element. Examples for elemental semiconductors are silicon, germanium, etc. Whereas in the case of compound semiconductors, you will be having plenty of examples. Compound semiconductors further number of elements in the basis, we will be classifying them into binary, tertiary, and quaternary, depending upon the number of elements. Binary case, you will be having 2. Tertiary case, you will be having 3 elements, and quaternary case, you will be having 4 elements in them. So, ഇങ്ങനെയാണ് elemental and compound semiconductors in the detailing നമ്മൾ പറയുക. So, moving on, the second topic in your module is intrinsic and extrinsic semiconductors. നിങ്ങൾ ഈ രണ്ട് വാക്കും കേട്ടിട്ടുണ്ടാവല്ലോ, ഇൻട്രിൻസിക് സെമികണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമികണ്ടക്ടറും. വിഷ്ണു കേൾക്കുന്നില്ലേ? വിഷ്ണു പ്രകാശ്. വിഷ്ണു ഇൻട്രിൻസിക് സെമികണ്ടക്ടർ കേട്ടിട്ടില്ലേ നീ? ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എന്താ? ഇൻട്രിൻസിക് സെമികണ്ടക്ടർ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ? Pure form of semiconductor. Pure form of semiconductor. നീ അത് വായിക്കുകയാണല്ലോ. പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. അത് സംഭവിച്ചു. എന്താ അതെന്ന് മനസ്സിലാക്കുന്നത്? നമ്മൾ വെറുതെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻ ഇറ്റ്സ് പ്യൂർ ഫോം. മ്യൂട്ട് ചെയ്തോ വിഷ്ണു, മ്യൂട്ട് ചെയ്തോ. ദാറ്റ് വിൽ ബി ഇൻ ഇറ്റ്സ് പ്യൂർ ഫോം. പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ആദ്യം പറഞ്ഞില്ലേ, സോളിഡ്സിനെ കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ സെമി കണ്ടക്ടേഴ്സിൽ പ്യൂർ ഫോം ആണെങ്കിൽ ദേ ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ഷോ എനി കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി, ഇറ്റ് വിൽ ബിഹേവ് ജസ്റ്റ് ആസ് എൻ ഇൻസുലേറ്റർ. സെമി കണ്ടക്ടറിന്റെ പ്യൂർ ഫോം ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഷോ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി. നമ്മൾ അതിലേക്ക് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഇൻഡ്യൂസ് ചെയ്യണം. ഫോർ ദാറ്റ് വി വിൽ ബി ഡൂയിങ് സം തിങ്സ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യും. പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ഇറ്റ് വിൽ ജസ്റ്റ് ബിഹേവ് ആസ് എൻ ഇൻസുലേറ്റർ. വിൽ ഹാവ് ടു bring the conductivity property in them, and that is done by adding impurities into them. Pure form of semiconductor like that is silicon ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു semiconductor. ഈ silicon in its pure form is called intrinsic semiconductor, but it will not show any property of conductivity at that time. But when an impurity is been added into it, it will behave as a conductor, and such type of a semiconductor is called or will be called extrinsic semiconductor. നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സെമി കണ്ടക്ടറിനെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ഇനിയും അവിടെ ചോദ്യം വരുന്നത് എന്ത് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക? രണ്ട് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആൻഡ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ഐ തിങ്ക് ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയോ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടുന്നത്. ട്രൈവാലന്റ് ഓർ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. സോ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ സിലിക്കൺ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ കാണുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. സോ ഇതില് ക്യാൻ സീ ദാറ്റ് സിലിക്കന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും സിലിക്കൺ ഉള്ളത്. സിൻസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് 4 എലമെന്റ്. ആ 4 വാലൻസ് ഇലക്ട്രോണും അതിന് ചുറ്റിനുമുള്ള സിലിക്കൺ ആയിട്ട് ഷെയറിംഗ് വഴി എങ്ങനെയാണ് ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് വാലൻസ് ഷെൽ. എങ്ങനെ അത് കിട്ടുക? സിലിക്കന്റെ കേസിൽ ദാറ്റ് ഈസ് ഒബ്ടൈൻഡ് ബൈ ഷെയറിംഗ്. സോ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. സിലിക്കന്റെ കേസിൽ ഓരോ സിലിക്കണും ആ 4 വാലൻസ് ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്ത് ഇറ്റ് വിൽ ഫോം എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ഫിഗർ ക്ലിയർ ആണല്ലോ? ആ പ്യൂർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ബ്രിങ് ഇംപ്യൂരിറ്റീസ് ഓർ വി വിൽ ആഡ് ഇംപ്യൂരിറ്റീസ്. രണ്ട് ടൈപ്പ് ഓഫ് ഇംപ്യൂരിറ്റീസ് ആണ് നമ്മൾ യൂഷ്വലി ആഡ് ചെയ്യുക. വൺ ഈസ് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി, ദാറ്റ് ഈസ് ദ എലമെന്റ്സ് വിച്ച് ആർ ഹാവിംഗ് 3 വാലൻസ് ഇലക്ട്രോൺസ്. 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യും. Or else we will be adding pentavalent impurity. എന്ന് വെച്ചാൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ള മെറ്റീരിയൽസ് we will be adding. സോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക?
ഷാരോൺ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കിട്ടുക? എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് പഠിച്ചിട്ടില്ലേ അഷ്ന? എന്താ പി ടൈപ്പ്? കേക്കട്ടെ. പി ടൈപ്പ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താ കിട്ടുന്നത് ആണോ? നമ്മൾ ഈ ഫിഗർ കാണുന്നില്ലേ? ഇപ്പൊ ഞാൻ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ഈ ഫിഗർ, നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ദാറ്റ് വിൽ റീപ്ലേസ് വൺ ഓഫ് ദി സിലിക്കൺ ആറ്റംസ്. ഇവിടെ ഉള്ള സിലിക്കൺ ആറ്റംസിനെ റീപ്ലേസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമുക്ക് എടുക്കാം. ആർസെനിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ആർസെനിക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിംഗ് 5 valence electron in the outermost shell. outermost shell 5 valence electron ഉണ്ട്. ക്ലിയർ? ഞാൻ ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ടാണ് ഈ പ്യൂർ ആയിട്ടുള്ള സിലിക്കൺ, ഈ കാണുന്ന സിലിക്കണിന്റെ ക്രിസ്റ്റലിലേക്ക് ഞാൻ ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് ദിസ് ആർസെനിക് വിൽ റീപ്ലേസ്, ഈ ഒരു ആർസെനിക് ആറ്റം വിൽ റീപ്ലേസ് വൺ ഓഫ് ദി സിലിക്കൺ. സപ്പോസ് ഈ സിലിക്കൺ, ഈ സെന്ററിലുള്ള സിലിക്കണെ അത് റീപ്ലേസ് ചെയ്യാണ്. ആർസെനിക് ഇതിനെ റീപ്ലേസ് ചെയ്യും, ഏത്? ഈ സിലിക്കണിനെ. അപ്പൊ ആർസെനിക്കിന് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 4 ഈ 4 സിലിക്കണുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ബാക്കി ഒരു ഇലക്ട്രോൺ വരും. ശരിയല്ലേ? ആർസെനിക്കിന് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് വിൽ റീപ്ലേസ്, നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഈ ആർസെനിക് ഇതിലുള്ള ഒരു സിലിക്കണെ റീപ്ലേസ് ചെയ്യും. സപ്പോസ് ഈ സെന്ററിലുള്ള സിലിക്കണെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഹിയർ ഇറ്റ് വിൽ ബി ആർസെനിക്. ഇവിടെ ആർസെനിക് ആയി മാറും. ആർസെനിക് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിംഗ് 5 വാലൻസ് ഇലക്ട്രോൺ. അതിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഈ 4 സിലിക്കൺ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യും, ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. പിന്നെ ബാക്കി വരുന്നത് ഒരു ഇലക്ട്രോൺ ആണ്. ഇങ്ങനെ നമ്മൾ കുറെ ആർസെനിക് ആറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ആർസെനിക് ആറ്റംസ് ഇറ്റ് വിൽ റീപ്ലേസ് ദ സിലിക്കൺ ആറ്റംസ്. ഇങ്ങനെ കുറെ സിലിക്കൺ ആറ്റംസിനെ അതിന് റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുറെ ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഈ വാലൻസ് ഇലക്ട്രോണിന്റെ ഒരെണ്ണം പെൻഡിങ് വരും, ഒരെണ്ണം ഷെയർ ആവില്ല, കാരണം 4 എണ്ണമേ ചുറ്റിനുള്ളൂ. ഇപ്പൊ ഈ സിലിക്കന്റെ കേസ്, സെന്ററിലുള്ള സിലിക്കന്റെ കേസിൽ ഇറ്റ് വിൽ ഹാവിംഗ് ജസ്റ്റ് 4 സിലിക്കൺ ആറ്റംസ് സറൗണ്ടിങ് ദാറ്റ്. സോ 4 സിലിക്കന്റെ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് അത് ഓക്കെയാണ്. സിലിക്കന്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ, അത് 4 സിലിക്കണുമായിട്ട് ഷെയർ ചെയ്യും. സോ ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. ബട്ട് ആർസെനിക് എന്ന് പറയുന്ന ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന് 5 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അതിൽ 4 അടുത്തുള്ള സിലിക്കണുമായിട്ട് ഷെയർ ചെയ്യും. ബട്ട് റിമൈനിങ് 1 വിൽ ബി ദർ. അത് ഇലക്ട്രോൺ ആണ്. ഇതെല്ലാം ഇലക്ട്രോൺസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ റിമൈനിങ് 1 ഇലക്ട്രോൺ ദിസ് വിൽ ബി ഫ്രീ. അപ്പം ഇതുപോലെ കുറെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. നമ്മൾ ഇതിപ്പോ ഒരു ആർസെനിക് മാത്രം ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ കുറെ ആർസെനിക് ആറ്റംസ് ഇടുമ്പോഴത്തേക്ക് യു വിൽ ബി ഹാവിംഗ് പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. സോ ഈ കേസിൽ you remember you will be getting plenty of free electrons, or electrons in the sense negative type carriers ആണ് electrons എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ പാക്ഡ് ആയിട്ടുള്ള സിലിക്കണിലേക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ സെമി കണ്ടക്ടർ ആണ് സിലിക്കൺ. ആ സിലിക്കണിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ ആദ്യം കണ്ടത്. ഈ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ടുവരണം. ആദ്യം കണ്ട സ്ട്രക്ചറിൽ യു നെവർ ഹാഡ് എ ഫ്രീ ഇലക്ട്രോൺ. ഓൾ ദി ഇലക്ട്രോൺസ് വെർ ഷെയറിംഗ് അല്ലെ. ഓൾ ദി ഇലക്ട്രോൺസ് വെർ ബീങ് ഷെയർഡ്. ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി എല്ലാ സിലിക്കണും അതിന്റെ 4 വാലൻസ് ഇലക്ട്രോണെ ഷെയർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അത് ബോണ്ടിലായിരുന്നു, കോവാലന്റ് ബോണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് there are no free electrons or carriers. സോ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് we should bring free electrons into the structure. ആ ഫ്രീ ഇലക്ട്രോൺസിനെ കൊണ്ടുവരാൻ വേണ്ടി what we did was we doped that with a pentavalent impurity. ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്തു. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എക്സാമ്പിൾ ആണ് ആർസെനിക്. AS ആന്റിമണി വിൽ ബി ആൻ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെ 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ള പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് നമ്മൾ ഇതിനെ ഡോപ്പ് ചെയ്തപ്പോൾ that process is called doping, the process of adding impurity into a intrinsic semiconductor. നമ്മളൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡോപ്പിംഗ്. ആ ഡോപ്പിംഗ് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ 2 ടൈപ്പ് ഉണ്ടാവാം.
either it can be a pentavalent impurity or it can be a trivalent impurity. ഒന്നുകിൽ pentavalent ആവാം അല്ലെങ്കിൽ trivalent ആവാം. സോ നമ്മൾ ആദ്യം നോക്കിയത് pentavalent impurity ആഡ് ചെയ്തിട്ടാണ്. ഇൻ ദാറ്റ് കേസ് pentavalent impurityയിലെ 4 ഇലക്ട്രോൺസ് ബാക്കിയുള്ള ചുറ്റിനുമുള്ള 4 സിലിക്കണുമായിട്ട് ഷെയർ ചെയ്തു. ആൻഡ് ദ റിമൈനിങ് 1 ഇലക്ട്രോൺ വിൽ ബി ഫ്രീ. ഇങ്ങനെ കുറെ pentavalent impurity നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു ബി ഹാവിംഗ് പ്ലെന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ദെൻ യു വിൽ ബി ഹാവിംഗ് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി. അത് ഒരു വേ. ആൻഡ് ഈ കേസിൽ നമ്മൾ കുറെ ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് ആണ് നമ്മുടെ കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ആണ് നമ്മുടെ കാരിയേഴ്സ്. സോ ഇങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്ന സെമി കണ്ടക്ടറിനെ നമ്മൾ എന്ത് പറയും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. എൻ ടൈപ്പ് എന്ന് പറയാൻ കാരണം ഹിയർ ദ ചാർജ് കാരിയേഴ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എൻ ടൈപ്പ് എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ആർ ഡോപ്പിംഗ് വിത്ത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ഫോർ എക്സാമ്പിൾ boron is an example. Boron വെച്ചാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ you will be having 3 electrons. Okay, you will be having 3 electrons. Trivalent ആണ്. So you will be having just 3 electrons. ഈ boron ആയിരിക്കും ഇവിടെ എന്ത് റീപ്ലേസ് ചെയ്യുക? 1 second. Okay. Suppose you are doping now with boron. നമ്മൾ ആദ്യം പെന്റവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് നോക്കി. ഈ കേസിൽ നമ്മൾ 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ബോറോൺ വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. സോ ദിസ് ബോറോൺ വിൽ നാച്ചുറലി റീപ്ലേസ് ദിസ് സിലിക്കൺ. ഈ സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യും. സോ ഈ ബോറോണിന്റെ 3 വാലൻസ് ഇലക്ട്രോണും ഈ ചുറ്റുമുള്ള 3 സിലിക്കണുമായിട്ട് ഷെയർഡ് ആവും. ഓക്കെ, റിമൈനിങ് 1 വിൽ ബി ഹോൾ. ഒരു ഷെയറിംഗ് ഉണ്ടാവില്ല. ഇവിടെ വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. ഇവിടെ ബോറോൺ വന്നു കഴിഞ്ഞാൽ it is having just 3 valence electron. So one place will be hole. ഒരു സ്ഥലത്ത് ഹോൾ ആയിരിക്കും. എന്നുവെച്ചാൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ കുറെ ബോറോൺ ആറ്റംസ് വെച്ച് നമ്മൾ ഈ ക്രിസ്റ്റലിനെ അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റലിനെ ഡോപ്പ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് പ്ലെന്റി ഓഫ് ഹോൾസ്, റൈറ്റ്? അങ്ങനെ പ്ലെന്റി ഓഫ് ഹോൾസ് കിട്ടി. ആ ഹോൾസ് കാരിയേഴ്സ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് we will get another type of semiconductor called p-type semiconductor. So these are the 2 different types of semiconductors. One is p-type and the other is n-type semiconductor. Clear ആണോ എല്ലാവർക്കും? p-type n-type. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, സ്ലൈഡും കാര്യങ്ങളും ഒക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങള്? അനുശ്രീ, അനുശ്രീ എത്ര ടൈപ്പ് ഓഫ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച സെമി കണ്ടക്ടേഴ്സിന്റെ ടൈപ്പ്? ഇൻട്രിൻസിക് സെമികണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. ഓക്കെ, അത് നമ്മൾ സെമി കണ്ടക്ടറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, വേറൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ തുടക്കത്തില്? എലമെന്റിലും കോമ്പൗണ്ടും. കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ പറയാമോ? ഗാലിയം. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എക്സാമ്പിൾ ഗാലിയം ആർസെനൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ജന, കേൾക്കുന്നുണ്ടോ അഞ്ജന? അഞ്ജന, നമ്മള് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക? നമ്മൾ സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക? ഡോപ്പിംഗ്. ഡോപ്പിംഗ് അല്ലേ? ആ, എന്താ പറയുന്നത്? ഡോപ്പിംഗ്.
Okay. So I think it's almost time. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം.